വിശ്വാസികളെ, സഹോദരന്മാരെ, ശഅബാൻ മാസത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ശഅബാൻ മാസം എന്ന് പറഞ്ഞാൽ ഏറെ പ്രത്യേകതകളുള്ള ഒരു മാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് നന്മകൾ കരസ്ഥമാക്കാൻ വേണ്ടി ഒരുക്കിയ മഹത്തായ അവസരമാണ് യഥാർത്ഥത്തിൽ ശഅബാൻ എന്നുള്ളത്. മുൻകഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നൂറുകണക്കിന് വർഷം ജീവിച്ച ആളുകളുണ്ടായിരുന്നു. ചില പ്രവാചകന്മാർ, അവരുടെ സമൂഹം 1000-ലധികം വർഷം ജീവിച്ചിട്ടുണ്ട്. ചിലർ 300-ഉം 600-ഉം ഒക്കെ വർഷം ജീവിച്ച ആളുകൾ നമ്മുടെ മുൻഗാമികളുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഈ ഉമ്മത്തിനെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. ഈ ഉമ്മത്തിന്റെ പ്രായം എന്നുള്ളത് 60-ന്റെയും 70-ന്റെയും ഇടയിലാണ് ശരാശരി പ്രായം. അതിനേക്കാൾ കൂടുതലൊക്കെ ഉള്ളത് അപൂർവങ്ങളാണ്. അതാണ് ഭൂരിഭാഗം ആളുകളും ഒരു ശരാശരി പ്രായമായിട്ട് ഈ ഉമ്മത്തിന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ മുൻകഴിഞ്ഞ പ്രവാചകന്മാർ, അവരുടെ അനുയായികൾ 1,20,000-ൽ പരം പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട്. അവർക്കെല്ലാം ധാരാളക്കണക്കിന് അനുയായികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി പരലോകത്തെ സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് ഈ ഉമ്മത്തായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിരിക്കും. അവരൊക്കെ നൂറുകണക്കിന്, ആയിരക്കണക്കിന് വർഷം ജീവിച്ച് സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്തവരാണ്. എന്നാൽ അവരെക്കാൾ മുമ്പേ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത് നമ്മൾക്കാണ്, അഥവാ ഈ ഉമ്മച്ചിനാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അവസരങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ, അതിൽ കൂടുതൽ നന്മകൾ, ആ നന്മകൾ ചെയ്താൽ വലിയ പ്രതിഫലങ്ങൾ ഒക്കെ അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിൽ നമുക്ക് വലിയ നന്മകൾ നേടാൻ കഴിയുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം എന്നുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉസാമത്ത് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ലം അറക തസൂമു മിൻ ശഹ്രിൻ മിന ശുഹൂരി മാ തസൂമു മിൻ ശഅബാൻ. റസൂലേ, ശഅബാൻ മാസത്തിൽ താങ്കൾ നോമ്പനുഷ്ഠിക്കുന്നത് പോലെ വേറെ ഒരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്ന്. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടിയാണ് സഹോദരന്മാരെ ഈ മാസത്തിന്റെ പ്രത്യേകത നമുക്ക് മനസ്സിലാക്കി നൽകുന്നത്. പ്രവാചകനെ പറഞ്ഞു, ദാലിക ശഹ്റുൻ യഗ്ഫുലു നാസു അൻഹു ബൈന റജബിൻ വ റമദാൻ. ഈ മാസം എന്നുള്ളത് റജബിന്റെയും റമദാനിന്റെയും ഇടയിലുള്ള മാസമാണ്. ആ 2 മാസങ്ങൾക്കിടയിലുള്ള ഈ മാസം ജനങ്ങൾ ഭൂരിഭാഗവും അശ്രദ്ധയിലാകുന്ന മാസമാണ്. റജബ് മാസം നമുക്കറിയാം 4 പവിത്രമായ മാസങ്ങളിൽ ഒന്നാണ്. പണ്ടുകാലം മുതലേ പവിത്രമായി കണ്ടുവരുന്ന മാസമാണ്. റമദാൻ മാസം എന്ന് പറഞ്ഞാൽ പുണ്യങ്ങൾ ധാരാളമായി കരസ്ഥമാക്കാൻ നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണ് റമദാൻ മാസം എന്നുള്ളത്. അതിൽ ആളുകൾ നന്നായി കർമ്മങ്ങൾ ചെയ്യും, റജബ് മാസത്തെ പവിത്രമായി കാണുകയും ചെയ്യും. ഇത് രണ്ടിന്റെയും ഇടയിൽ ഭൂരിഭാഗം ആളുകളും അശ്രദ്ധമായിക്കൂടെ അവരുടെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാസമാണ് ശഅബാൻ മാസം. എന്നാൽ വഹുവ ശഹ്റുൻ, ആ മാസത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തുർഫഉ ഫീഹിൽ അഅമാലു ഇലാ റബ്ബിൽ ആലമീൻ. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ജനങ്ങളുടെ കർമ്മങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഉയർത്തപ്പെടുന്നത് ഈ മാസത്തിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങൾ ആകാശത്തേക്ക് ഉയർത്തുന്ന ചില സന്ദർഭങ്ങൾ വെച്ചിട്ടുണ്ട്. ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു 2 ഷിഫ്റ്റുകളായി മലക്കുകളെ ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. രാവിലെ പറഞ്ഞയച്ച മലക്കുകൾ വൈകുന്നേരത്തെ മലക്കുകൾ രാവിലെയും തിരിച്ചു പോകുന്നുണ്ട്. അവർ കർമ്മങ്ങളെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഓരോ ആഴ്ചയിലെയും വ്യാഴാഴ്ച ദിവസം ആ ആഴ്ചയിലെ കർമ്മങ്ങൾ ഒരുമിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്തേക്ക് ഉയർത്തുന്നുണ്ട്. എന്നാൽ ഒരു വർഷത്തെ മുഴുവൻ പ്രവർത്തനങ്ങളും, അടിമയുടെ പ്രവർത്തനങ്ങൾ അല്ലാഹു ആകാശത്തേക്ക് ഉയർത്തുന്ന മാസമാണ് ശഅബാൻ മാസം. അതുകൊണ്ട് അതുകൊണ്ട് എന്റെ കർമ്മങ്ങൾ ഞാൻ നോമ്പുകാരനായിരിക്കുന്ന അവസ്ഥയിൽ ഉയർത്തപ്പെടണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. സുഹൃത്തുക്കളെ, സഹോദരിമാരെ, ഈ മാസത്തിൽ നമ്മുടെ കർമ്മങ്ങളെല്ലാം അള്ളാഹുവിലേക്ക് ആകാശത്തേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ ധാരാളമായി നന്മകൾ ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. ഒരിക്കലും അശ്രദ്ധയിലാവുക എന്നുള്ളത് ഒരു വിശ്വാസിക്ക് ഒരിക്കലും ഭൂഷണമായിട്ടുള്ള കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല
മുഅ്മിനീങ്ങളോട് ഒന്നാകെ പറഞ്ഞ പ്രഖ്യാപനങ്ങൾ നിങ്ങൾ അശ്രദ്ധയിലാകാതെ നന്മകളിൽ മത്സരിക്കണമെന്നാണ്. നന്മകൾ ചെയ്യാൻ ഏതൊരു അവസരമുണ്ടോ ആ അവസരം ഒന്നും ഒഴിവാക്കാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകണമെന്നാണ് വിശ്വാസികളോട് അള്ളാഹുവിന്റെ പൊതുകൽപ്പന. ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച 3-ാം അധ്യായം സൂറത്തു ആലി ഇംറാനിന്റെ 133-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് ഈ കാര്യമാണ്. വസാരിഉ, നിങ്ങൾ മത്സരിക്കണേ, നിങ്ങൾ ധൃതിപ്പെടണേ, ഇലാ മഗ്ഫറത്തിൻ മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്നുള്ള മഗ്ഫറത്തിന് വേണ്ടി, പാപമോചനത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണേ, നിങ്ങൾ ധൃതി കൂട്ടണേ. വജന്നത്തിൻ അർളുഹ സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗത്തിന് വേണ്ടിയും നിങ്ങൾ മത്സരിക്കണേ. ഉഇദ്ദത്തിൽ മുത്തഖീൻ, ആ സ്വർഗം എന്നുള്ളത് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ളത് മുത്തഖീങ്ങൾക്കാണ്, സൂക്ഷ്മത പാലിച്ച ആളുകൾക്ക് വേണ്ടിയാണ്. ആ സ്വർഗത്തിന് വേണ്ടി, പടച്ചറബിന്റെ മഗ്ഫറത്തിന് വേണ്ടി നിങ്ങൾ മത്സരിക്കണം. നിങ്ങൾക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. പിന്നെയാകട്ടെ, കുറച്ച് കഴിയട്ടെ, കുറച്ച് വയസ്സ് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റിവെക്കുവാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. മറിച്ച് നിങ്ങൾ ധൃതി കൂട്ടണമെന്നാണ്. മറ്റൊരിടത്ത് സൂറത്തു അൽ ഹദീദിന്റെ 21-ാമത്തെ വചനത്തിൽ അള്ളാഹു പറഞ്ഞത് സാബിഖു ഇലാ മഗ്ഫറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹാ കഅർളിസ് സമാഇ വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായതും ആയ സ്വർഗ്ഗത്തിന് വേണ്ടിയിട്ട്, അള്ളാഹുവിന്റെ മഗ്ഫറത്തിന് വേണ്ടി സാബിഖു, നിങ്ങൾ മത്സരിക്കണമെന്നാണ്. മുസാബഖ എന്ന അറബിയിൽ പറയുന്നത് മത്സരങ്ങൾക്കാണ്. ഞാൻ മുമ്പിലേക്ക് എത്തണം എന്ന ചിന്തയിലായിരിക്കണം നിങ്ങൾ മത്സരിക്കേണ്ടത്, പണിയെടുക്കേണ്ടത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിന്റെ 21-ാമത്തെ വചനത്തിലും നമ്മളെ പഠിപ്പിക്കുന്നു. ഈ വചനങ്ങളിൽ അള്ളാഹു പറയുന്നത് എന്താണ്? വിശ്വാസികളാണോ, മുഅ്മിനീങ്ങളാണോ, അള്ളാഹുവിന്റെ പാപമോചനം ആഗ്രഹിക്കുന്നുണ്ടോ, സ്വർഗം വേണമെന്നുണ്ടോ, മുത്തഖീങ്ങളാണോ, നിങ്ങൾ മത്സരിക്കണം. നന്മകൾ ചെയ്യാൻ ഒരു അവസരം കിട്ടിയാൽ അത് എനിക്കുള്ളതാണ് എന്ന് മനസ്സിലാക്കി മറ്റാരേക്കാളും മുമ്പേ എനിക്കത് നേടിയെടുക്കണമെന്ന ചിന്തയിൽ മുന്നോട്ട് കുതിക്കുവാൻ സഹോദരന്മാരെ നമ്മൾക്ക് സാധ്യമാകേണ്ടതുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തത്തിൽ നന്മകളുടെ വിഷയത്തിൽ പഠിപ്പിച്ചത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ നന്മകൾ എല്ലാ വിഷയത്തിലും നിങ്ങൾ മത്സരിക്കണം എന്നാണ്. ആ മാത്സര്യ ബുദ്ധി സഹോദരിമാരെ നമ്മൾക്കുണ്ടായിരിക്കേണ്ടതുണ്ട്. വേദക്കാരിലെ നേർമാർഗം ശ്രദ്ധിച്ച ഹിദായത്ത് ലഭിച്ച ആളുകളുടെ പ്രത്യേകതയായിക്കൊണ്ട്, അവർ വിജയിക്കാനുള്ള കാരണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് ആലി ഇംറാനിന്റെ 114-ാമത്തെ വചനത്തിൽ പഠിപ്പിച്ചത് യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, വേദക്കാർ അവർ അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവരായിരുന്നു. വയഅ്മുറൂന ബിൽ മഅറൂഫ്, അവർ നന്മ കൽപ്പിച്ചവരായിരുന്നു. വയൻഹൗന അനിൽ മുൻകർ, അവർ തിന്മ വിരോധിച്ചവരായിരുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മത്സരിച്ചവരായിരുന്നു. അഹ്ലി കിതാബുകാർ ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും ശരിയായ മാർഗത്തിലുണ്ടായിരുന്ന മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും അതേപോലെ ഇബ്രാഹിം നബിയുടെയും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിയുടെയും ഒക്കെയുള്ള അനുയായികൾ, അഹ്ലി കിതാബുകളായ ആളുകൾ, അവരിൽ വിജയിച്ച ആളുകളുടെ മെച്ചമായിക്കൊണ്ട് അള്ളാഹു പഠിപ്പിച്ചത് വയുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകൾ മത്സരിക്കുന്നവരാണ്. വഉലൈക മിനസ് സാലിഹീൻ, ആ ആളുകൾ മാത്രമാണ് സ്വാലിഹുകൾ എന്ന് പറയുന്ന, നല്ലവർ, സജ്ജനങ്ങൾ എന്ന് പറയുന്ന ആളുകൾ. അവർ നന്മയിൽ മത്സരിക്കുന്നവരാണ്. സ്വാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും അമ്പിയാക്കളുടെയും സിദ്ദീഖുകളുടെയും മാർഗത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് നമ്മൾ. ആ സ്വാലിഹികൾ ആരാണ്? സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, അത് നന്മകളിൽ മത്സരിക്കുന്ന ആളുകളാണ് എന്നാണ് വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയാഇന്റെ 90-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിൽ ജീവിച്ച്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ച് ഏറ്റവും നല്ല മാതൃകയായ കുടുംബമായി മാറിയ ഇമ്രാൻ കുടുംബത്തിലെ സക്കരിയ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും കുടുംബത്തിന്റെയും പ്രത്യേകതയെ പഠിപ്പിച്ചു. ഫസ്തജബ്നാ ലഹു വവഹബ്നാ ലഹു യഹ്യ, നാം അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയ്ക്ക്, സക്കരിയ നബിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് യഹ്യ എന്ന മകനെ നൽകിയിട്ടുണ്ട്. വഅസ്ലഹ്നാ ലഹു സൗജതഹു, അദ്ദേഹത്തിന്റെ ഭാര്യയെ മച്ചിയായിട്ടും പ്രസവിക്കാത്ത രൂപത്തിൽ ശാരീരികമായ അവസ്ഥയിലേക്ക് എത്തിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രസവിക്കാൻ മാത്രമുള്ള അവസ്ഥയിലേക്ക് അവരെ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു ഇത് ചെയ്തത്? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു. ആ കുടുംബം മുഴുവനും, അതിലെ ഉപ്പയും ഭാര്യയും ഭർത്താവും എല്ലാവരും നന്മകളിൽ മത്സരിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നന്മകളെല്ലാം നൽകിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നു. ഇങ്ങനെ ധാരാളക്കണക്കിന് വചനങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണുവാൻ സാധ്യമാകും. നന്മകളിൽ മത്സരിക്കുന്ന ആളുകൾ അവരാണ് വിജയിച്ചവർ എന്ന്, നന്മകളിൽ മത്സരിക്കുന്ന ആളുകൾ അവരാണ് മുത്തഖീങ്ങൾ എന്ന്, അവരാണ് സ്വാലിഹീങ്ങൾ എന്ന്, അങ്ങനെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്. നന്മകളിൽ മത്സരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾക്ക് മാറിത്തീരുവാൻ കഴിയേണ്ടതുണ്ട്.
ആ രൂപത്തിൽ ഈ ശഅബാൻ മാസത്തെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കഴിയണം. എനിക്കെന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് നമ്മളാണ് പ്ലാൻ ചെയ്യേണ്ടത്. അതിലേറ്റവും പ്രധാനമായ പ്രവർത്തനമായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ശഅബാനിൽ നോമ്പനുഷ്ഠിക്കാനാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫമാ റഅയ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തക്മല സിയാമ ശഹ്രിൻ ഇല്ലാ റമളാൻ. ഒരു മാസത്തിലും പൂർണ്ണമായി കൂടെ തുടക്കം മുതൽ അവസാനം വരെ നോമ്പെടുക്കുന്നത് റമളാനിലല്ലാതെ വേറൊരു മാസത്തിലും ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. വമാ റഅയ്തുഹു അക്സറ സിയാമുഹു മിൻഹു ഫീ ശഅബാൻ. അതേപോലെ തന്നെ ശഅബാൻ മാസത്തോളം ധാരാളമായി നോമ്പെടുത്ത മറ്റൊരു മാസവും പ്രവാചകനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്. മറ്റൊരിക്കൽ ആയിഷ പറഞ്ഞത്, ലം യകുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു ശഹ്റൻ അക്സറ മിൻ ശഅബാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാനിനേക്കാൾ കൂടുതൽ നോമ്പെടുത്ത വേറെ ഒരു മാസവും ഉണ്ടായിട്ടില്ല എന്ന് റമളാനിനെ മാറ്റി വെച്ചുകൊണ്ടാണ് പറയുന്നത്. റമളാനിലെ നോമ്പ് നിർബന്ധമായ നോമ്പാണ്. അത് വിശ്വാസികൾ അനുഷ്ഠിച്ചിട്ടില്ല എങ്കിൽ അവൻ ഇസ്ലാം നിന്ന് പുറത്തു പോകും. അത് ഇസ്ലാമിന്റെ റുക്നിൽപ്പെട്ട കാര്യമാണ്. എന്നാൽ അതല്ലാത്ത സുന്നത്തായ നോമ്പുകൾ ശഅബാൻ മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ അനുഷ്ഠിച്ചിരുന്നു എന്നാണ് നമ്മുടെ ഉമ്മ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടാൻ കഴിയുന്നവരാകണം. ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് ഏതാനും ദിവസം കഴിഞ്ഞു പോയിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ എത്ര ദിവസം നമുക്ക് നോമ്പെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇല്ല എങ്കിൽ ഇനി അങ്ങോട്ട് കുറെ ദിവസങ്ങൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത മാസം 18-നോ 19-നോ ഒക്കെ റമളാൻ ആരംഭിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിലേക്ക് ദീർഘായുസ്സ് തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ദിവസങ്ങൾക്കിടയിൽ 20-ലധികം വരുന്ന ദിവസങ്ങളിൽ നമുക്ക് എത്ര ദിവസം നോമ്പെടുക്കാൻ കഴിയും? റമളാൻ മാസത്തിന് മുന്നേ ശഅബാൻ മാസത്തിൽ നോമ്പെടുത്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാക്കി റമളാനിലേക്ക് പ്രവേശിക്കാനായിരിക്കണം നമ്മൾക്ക് സാധ്യമാകേണ്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസ്ഥയെക്കുറിച്ച് മഹദി ആയിഷ ബീവി വീണ്ടും പറയുകയാണ്, കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യസൂമഹു ശഅബാൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നോമ്പെടുക്കാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന മാസം അത് ശഅബാനാണ്. എന്നിട്ട് സുമ്മ യസിലുഹു ബിറമളാൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ കുറേ നോമ്പെടുത്തിട്ട് ആ നോമ്പെടുക്കുന്ന അവസ്ഥയിൽ റമളാനെയും കൂട്ടിച്ചേർക്കും. അപ്പൊ 2 മാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ധാരാളമായി നോമ്പെടുത്ത മാസം. മറ്റൊരിക്കൽ ആയിഷ ബീവി പറഞ്ഞത്, കാന യസൂമു ശഅബാന കുല്ലഹു എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ശഅബാൻ മൊത്തം നോമ്പെടുത്തതുപോലെ അത്രയധികം നോമ്പെടുത്തിരുന്നു എന്നാണ്. അപ്പോൾ എത്രത്തോളം നോമ്പെടുക്കാൻ കഴിയുമോ അത്രത്തോളം നോമ്പെടുക്കാൻ. ശഅബാൻ ഒരാൾക്ക് എത്ര നോമ്പെടുക്കാൻ പറ്റും അതിന് കണക്കില്ല. എത്രയും നോമ്പെടുക്കാം. പരിപൂർണമായി നോമ്പെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാൾക്ക് അത്രയും ആകാമെന്ന് വരെ പണ്ഡിതന്മാർ പഠിപ്പിച്ചു. എന്നാൽ പൂർണ്ണമായി നോമ്പെടുക്കുന്നത് റമളാൻ മാസത്തിൽ മാത്രമായതിനാൽ അങ്ങനെ പൂർണ്ണമായി എടുക്കേണ്ടതില്ല. പരമാവധി നോമ്പുകൾ എടുക്കാം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. സഹോദരന്മാരെ, നമ്മൾ ഈ സുന്നത്ത് കരസ്ഥമാക്കുവാൻ വേണ്ടി നമ്മളെ സംബന്ധിച്ചിടത്തോളം റമളാൻ മാസത്തിന് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ നോമ്പെടുത്തത് ഈ മാസമായി തിരുവാൻ കഴിയേണ്ടതുണ്ട്. ഇതിനു മുമ്പുള്ള മാസങ്ങളിൽ നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്. മുഹറം മാസത്തിൽ 2 ദിവസം നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്. ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ അറഫ നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്. ധാരാളക്കണക്കിന് നോമ്പുകൾ ആ രൂപത്തിൽ നമ്മൾ മറ്റു മാസങ്ങൾ അനുഷ്ഠിക്കാറുണ്ട്. എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാം കബൂലാക്കുമാറാകട്ടെ. നമ്മൾ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്നില്ല എങ്കിൽ നമ്മൾ ഈ മാസത്തിൽ അങ്ങനെ നോമ്പെടുക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. തിങ്കളും വ്യാഴവും പ്രത്യേകമായ നോമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു മാസത്തിൽ ഏതെങ്കിലും 3 ദിവസം നോമ്പെടുത്താൽ അത് മാസത്തെ ഒരു വർഷത്തിൽ മുഴുവനും നോമ്പെടുത്ത പോലെ ആയിത്തീരുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഈ പുണ്യങ്ങളെല്ലാം നമുക്ക് നോമ്പിന് ലഭിക്കും. അത് ഈ മാസത്തിൽ നമുക്ക് എത്രത്തോളം സാധ്യമാകുമോ അത്രത്തോളം നമ്മൾ നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ നമ്മൾ പരിശ്രമിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ധാരാളമായി നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറുവാൻ നമ്മൾക്ക് ഈ മാസത്തിൽ കഴിയേണ്ടതുണ്ട്. സ്ത്രീകളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ റമളാൻ മാസത്തിലെ നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ ഉണ്ടാകും. 7ഓളം നോമ്പുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. ആ നോമ്പുകൾ കഴിഞ്ഞ 10-11 മാസങ്ങൾക്കിടയിൽ അനുഷ്ഠിച്ചു വീട്ടുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ മാസം കഴിയുന്നതിന് മുമ്പ് ആ ഫറലായ നോമ്പുകൾ നോറ്റുവീട്ടാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പഠിപ്പിച്ചത്, കാന യകൂന അലൈഹി യസൂമ മിൻ റമളാൻ. ആയിഷ ബീവിക്ക് റമളാൻ മാസത്തിലെ നോമ്പ് ബാക്കി ഉണ്ടാകുമായിരുന്നു. ഫമാ അസ്തതിഉ അൻ അഖ്ലിയ ഇല്ലാ ഫീ ശഅബാൻ.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യങ്ങളെ വ്യാപൃതനാകുന്നത് കൊണ്ട്, ധാരാളം തിരക്കുകൾ കൊണ്ട് ആയിഷ ബീവിക്ക് മറ്റു മാസങ്ങളിൽ ആ നോമ്പ് പരിപൂർണമായി നോറ്റുകൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ റമദാൻ മാസത്തിലെ നോമ്പ് നോറ്റു വീട്ടിയിരുന്നത് ശഅബാൻ മാസത്തിലായിരുന്നു. ഒരു റമദാനിന്റെ നോമ്പ് അടുത്ത റമദാനിന് മുമ്പേ നിങ്ങൾ നോറ്റുവീട്ടേണ്ടതുണ്ട്. അകാരണമായിക്കൊണ്ട് ഒരു കാരണവുമില്ലാതെ കഴിഞ്ഞ റമദാനിന്റെ നോമ്പ് ഈ റമദാനിന് മുമ്പ് നമുക്ക് നോറ്റുവീട്ടാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ ഈ റമദാനിന് ശേഷം ആ നോമ്പ് നോറ്റുവീട്ടുകയും അതിന് ഫിദയായിക്കൊണ്ട് അരി നൽകുകയും ചെയ്യേണ്ട അവസ്ഥാവിശേഷത്തിലേക്ക് സ്ത്രീകൾ എത്തിച്ചേരും. അതുകൊണ്ട് തന്നെ അങ്ങനെ നീട്ടിവെക്കാതെ റമദാൻ കടന്നു വരും മുമ്പ് ആ നോമ്പുകൾ നോറ്റുവീട്ടണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ റമദാൻ മാസത്തിന്റെയും റജബിന്റെയും ഇടയിലുള്ള ശഅബാൻ മാസം ജനങ്ങൾ അശ്രദ്ധയിലാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച മാസം. ആ അശ്രദ്ധയിലായ ജനങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പാടില്ല. മറിച്ച് യുസാരിഊന ഫിൽ ഖൈറാത്ത് എന്ന് പഠിപ്പിച്ച നന്മകളിൽ മത്സരിക്കുന്ന, അശ്രദ്ധമാകാത്ത, ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന വിശ്വാസികളുടെ, മുഅ്മിനീങ്ങളുടെ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടാൻ പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്കേവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചും ശ്രദ്ധിച്ചും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ശഅബാൻ മാസം കഴിഞ്ഞാൽ നമ്മളിലേക്ക് കടന്നു വരാനുള്ള മാസം റമദാൻ മാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ മാസത്തിന് മുമ്പുള്ള ശഅബാനിൽ ധാരാളം നോമ്പ് അനുഷ്ഠിക്കുകയും സുമ്മ യസ്ലുഹു ഫി റമദാൻ, പിന്നീട് റമദാനിലേക്ക് അതിനെ ചേർത്തി വെക്കുകയും ചെയ്യും എന്ന് പഠിപ്പിച്ചിടത്തെ പണ്ഡിതന്മാർ അതിനെ ഹിക്മത്തായിക്കൊണ്ട് പഠിപ്പിക്കുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ ധാരാളമായി നോമ്പെടുക്കാനുള്ള കാരണങ്ങളിൽ ഒന്ന് റമദാനിന് വേണ്ടിയുള്ള തഹയ്യുഅൻ ലി റമദാൻ, റമദാനിന് വേണ്ടിയുള്ള മുന്നൊരുക്കം നടത്തുകയായിരുന്നു എന്നാണ്. ഒരു വാമപ്പ് നടത്തിയ ഒരു കളിക്കാരനാണ് ഗ്രൗണ്ടിൽ നന്നായി സമയം ചെലവഴിക്കാൻ കഴിയുക. ഏതൊരു കളിക്കും ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നേരത്തെ പ്രാക്ടീസ് ചെയ്ത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുകയും കളിക്കും മുമ്പ് ഒന്ന് ശരീരം വാമപ്പാക്കി നടത്തിയ വ്യക്തിക്കാണ് ഗ്രൗണ്ടിൽ കൂടുതൽ സമയം ചെലവഴിക്കാൻ കഴിയുക. അതൊന്നുമില്ലാതെ നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിട്ട് കളിക്കാൻ ഇറങ്ങിയാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ ആവേശപ്പുറത്ത് ഓടുകയും പിന്നെ ഒന്നും കഴിയാതെ ആകെ കിതച്ച് സൈഡായി പോകുന്ന അവസ്ഥയാണ് കളിക്കാർക്കുണ്ടാവുക. ആ അവസ്ഥയിലായിത്തീരാതിരിക്കുവാൻ, അതേപോലെ റമദാൻ മാസത്തിലേക്ക് പ്രവേശിച്ച് ആവേശപൂർവ്വം റമദാൻ തുടക്കത്തിലൊക്കെ പള്ളിയിൽ ഒന്നാമത്തെ സഫിലുണ്ടാകും, വിശുദ്ധ ഖുർആൻ ധാരാളമായിക്കൊണ്ട് ഓതും, അതേപോലെ ആവേശപ്പുറത്ത് നോമ്പുണ്ടാകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ തറാവീഹിനും ഉണ്ടാവുകയില്ല, അതേപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ജമാഅത്തിനും ഉണ്ടാവുകയില്ല, ഖുർആൻ പാരായണത്തിന് കുറെ പിന്നോക്കമായിട്ടുണ്ടാകും. ആദ്യത്തെ ദിവസങ്ങളിലെ പാരായണം നോക്കിയപ്പോൾ 2-3 ഖതം തീർക്കാൻ കഴിയുമെന്നൊക്കെ പിന്നെ ആശിച്ചിരുന്ന ആളുകൾ ഒരു വട്ടം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരാറുണ്ട്. അതിന്റെ കാരണം ഒരു മുന്നൊരുക്കമില്ലാതെ ആവേശപ്പുറത്ത് കുറെ ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെ ആയിത്തീരാതിരിക്കണമെങ്കിൽ ഈ റമദാൻ നമുക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഉപയോഗപ്രദമായ രൂപത്തിൽ ആയിത്തീരണമെന്നുണ്ടെങ്കിൽ റമദാനിന് മുമ്പേ നമ്മളൊന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. നമ്മൾ ഈ മാസത്തിൽ തന്നെ ഖുർആൻ നമുക്ക് നേരത്തെ ഓതി ശീലമില്ല എങ്കിൽ നമ്മൾ ഈ ഓരോ ദിവസങ്ങളിലും കുറഞ്ഞ പേജുകൾ ഓതിക്കൊണ്ട് നമ്മൾ ശീലിച്ച് മുന്നോട്ടേക്ക് വരിക. ഓരോ ദിവസങ്ങളിൽ സാധ്യമാകുന്നത്ര തിങ്കളും വ്യാഴവും മറ്റു ദിവസങ്ങളിലുമൊക്കെ നമ്മൾ സാധ്യമാകും പോലെ നോമ്പുകൾ നമ്മൾ എടുത്ത് മുന്നേറുക. അതേപോലെ തന്നെ റമദാനിന് വേണ്ടി നമ്മൾ മുന്നൊരുക്കം നടത്തുക. റമദാനിൽ ഒരുപാട് നന്മകൾക്ക് വേണ്ടി നമുക്ക് അവസരം ലഭിക്കും. ആ നന്മകൾക്ക് വേണ്ടി നമ്മൾ ഇപ്പോഴേ മുന്നൊരുക്കം നടത്തേണ്ടതുണ്ട്. സാമ്പത്തികമായി കൊണ്ട് ഏറെ പുണ്യം ചെയ്യാൻ കഴിയുന്ന ഒരു മാസമാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ. റമദാൻ മാസത്തിൽ ധാരാളക്കണക്കിന് ആളുകൾ അവരുടെ പലതരത്തിലുള്ള ആവശ്യങ്ങളുമായി കൊണ്ട് നമ്മളെ സമീപിക്കും. പള്ളികൾ നിർമ്മിക്കുന്നതിന്, പള്ളികളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി, പള്ളികളുടെ പരിപാലനത്തിന് വേണ്ടി, അതേപോലെ അശരണരായ ആളുകൾ അവരുടെ ജീവന പ്രാരാബ്ദങ്ങൾ മുന്നോട്ട് പോകുവാനൊക്കെ വേണ്ടിയിട്ട് വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങളുമായി കൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് വരും. ഈ വരുന്ന ആളുകളെല്ലാം എനിക്ക് സ്വർഗ്ഗത്തിലേക്കുള്ള വഴിയൊരുക്കുന്നവരാണ്, എനിക്ക് പരലോകത്തേക്ക് നന്മ നേടിത്തരുന്നവരാണ്, എന്നെ ഖബറിൽ വെളിച്ചമാകാൻ വേണ്ടി അള്ളാഹു എന്റെ അടുക്കൽ എനിക്ക് പറഞ്ഞയച്ചവരാണ് എന്ന ഉദ്ദേശത്തിൽ സാധ്യമാകുന്ന രൂപത്തിൽ അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്യാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നമ്മൾ അതിനു വേണ്ടി ഒരു ഒരുക്കം നടത്തേണ്ടതുണ്ട്. സാമ്പത്തികമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ട് റമദാന് വേണ്ടി ഒരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതേപോലെ തന്നെ റമദാൻ മാസമായി കഴിഞ്ഞാൽ പെരുന്നാൾ അടുക്കുന്ന സമയത്ത് വസ്ത്രം വാങ്ങാൻ വേണ്ടി ഓടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അങ്ങനെ റമദാന്റെ പകലും രാത്രിയും നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളോ നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരോ ആയിത്തീരുവാൻ പാടില്ല. അതിന് ഇപ്പോഴേ ഈ ശഅബാൻ മാസത്തിൽ തന്നെ വസ്ത്രമൊക്കെ, പെരുന്നാളിന് വേണ്ടിയുള്ള വസ്ത്രമൊക്കെ വാങ്ങിയെടുത്ത് തയ്യാറായി നിൽക്കാനൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെ റമദാൻ മാസം അങ്ങനെ നമ്മൾ ഒരുങ്ങേണ്ടത്. ഒരു അതിഥി വീട്ടിലേക്ക് വരുമ്പോൾ
നമ്മുടെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ വരുമ്പോൾ ആ വിരുന്നുകാരനെ സ്വീകരിക്കാനും വേണ്ടി നമ്മൾ എന്തെല്ലാം ഒരുക്കം നടത്തുമോ അതേപോലെ റമദാൻ ഇവിടെ മുന്നൊരുക്കം നടത്താൻ ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. ആ രൂപത്തിൽ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ നമ്മൾ മുന്നൊരുക്കം നടത്തി ഒരുങ്ങിക്കൊണ്ട് മുന്നോട്ട് പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ നമുക്ക് അവസരം നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിനെ ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.